ഓറ ഫാമിംഗ് എന്നത് ഒരു പുതിയ വാക്കാണ്. 2025 ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ മത്സരത്തിൽ റണ്ണറപ്പായ വാക്കാണ്. 2024-25 കാലഘട്ടത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള റയാൻ അർക്കാദിയ എന്ന ഒരു കൊച്ചു ബാലൻ്റെ വീഡിയോയിലൂടെയാണ് ഈ വാക്ക് പ്രശസ്തമായത്. ഈ പ്രയോഗം പിന്നീട് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. വായുവിൽ അനായാസമായി ചലിച്ചുകൊണ്ട് ഒരു വള്ളത്തിൻ്റെ അഗ്രത്തിൽ നിന്നും നൃത്തം ചെയ്യുന്ന ഈ കുട്ടിയുടെ അൺബോധേഡ് ലുക്കും സ്റ്റൈലുമാണ് അൾട്ടിമേറ്റ് ഓറ ഫാമിംഗ് എന്ന രീതിയിൽ തരംഗമായത്. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ തരംഗമായ ഒരു സ്ലാങ് പദമാണ് ഓറ ഫാമിംഗ്. മറ്റുള്ളവരുടെ മുമ്പിൽ താൻ വളരെ കൂളാണെന്നും ആത്മവിശ്വാസമുള്ള ആളാണെന്നും കാണിക്കുവാൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഓറ എന്നത് ഒരാളുടെ പ്രഭാവം അല്ലെങ്കിൽ കരിസ്മ അല്ലെങ്കിൽ കൂൾ ഫാക്ടർ എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത്. ഒരാൾ എത്രത്തോളം ആകർഷകമായ വ്യക്തിത്വമുള്ള ആളാണ് എന്നത് അളക്കുവാനാണ് ഓറ പോയിന്റ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു മികച്ച കാര്യം ചെയ്താൽ അയാൾ ഓറ പോയിന്റ്സ് ലഭിക്കും. മറിച്ച് എന്തെങ്കിലും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അയാൾക്ക് ഓറ പോയിന്റ്സ് നഷ്ടമാവുകയും ചെയ്യും. വീഡിയോ ഗെയിമുകളിൽ നിന്നാണ് ഫാമിംഗ് എന്ന വാക്ക് വരുന്നത്. ഗെയിമിങ്ങിൽ കൂടുതൽ പോയിന്റുകൾ ഉണ്ടാക്കുകയോ റിവാർഡുകൾ കിട്ടുവാൻ വേണ്ടിയിട്ടോ വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യുന്നതിനെയാണ് ഗെയിമർമാർ ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. തൻ്റെ കൂൾനെസ് അല്ലെങ്കിൽ ഗമ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഓറ ഫാമിംഗ് സൂചിപ്പിക്കുന്നത്. എല്ലാവരും നോക്കി നിൽക്കെ വളരെ സ്റ്റൈലായി നടക്കുക, നോൺ ചാലൻ്റായും ഒന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ഇരിക്കുക, സ്റ്റൈലിഷായ ഫോട്ടോകൾ ഇടുക തുടങ്ങിയവയാണ് ഇവയെല്ലാം. ഇത് പലപ്പോഴും തമാശ രൂപേണയാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം കൂളാകുവാൻ ശ്രമിക്കുന്നത് കണ്ടാൽ അവൻ ഓറ ഫാമിംഗ് ചെയ്യുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുവാൻ തുടങ്ങി. നന്നായി ഡ്രസ്സ് ചെയ്തും പവർ കാണിച്ചും സ്റ്റൈലായി നടന്നും മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മാസ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയും എല്ലാമാണ് ഓറ ഫാമിംഗ് എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.